കരുനാഗപ്പള്ളിയിലേക്ക് കൂടി പോകാം. കാരണം ഇനി ശ്രീരാജ് ഉണ്ട് നമുക്കിപ്പം അവിടെ നിന്നും. ശ്രീരാജ്, എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ശരി, ഇപ്പോൾ സമയം 6 മണിയോട് അടുക്കുന്നു. നല്ല മഴയുണ്ട്, കനത്ത മഴയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷേ ഇവിടെ എത്തിയ മനുഷ്യരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ നേരത്തെ കൊല്ലം പാരിപ്പള്ളിയിലേക്ക് കടന്നത് മുതൽ വലിയ ജനത്തിരക്ക് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയ എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് കരുനാഗപ്പള്ളിയിലുമുള്ളത്. നിരവധി ആളുകൾ ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. അവർ ഇപ്പോഴും വി എസിനെ കാത്ത് വി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അതിവിടെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വി എസിനെ ജീവിതത്തിൽ അവസാനമായി ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് വി എസിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഒഴുകിയെത്തിയ ആളുകളാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ. ഈ കനത്ത മഴയിലും പ്രതികൂല കാലാവസ്ഥയിലും അവർ ഇവിടെ തുടരുകയാണ്. അത്തരത്തിൽ വലിയ ജനസാഗരമാണ് കരുനാഗപ്പള്ളിയിലേക്ക് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഒഴുകി എത്തിയിട്ടുള്ളത്. എന്തായാലും ചെറിയ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം വി എസ് ഏത് വിധത്തിലായിരിക്കും ഓരോ മനുഷ്യനെയും സ്വാധീനിച്ചിട്ടുണ്ടാകുക എന്നതെല്ലാം തന്നെ നമുക്കറിയാം. നമ്മൾ നേരത്തെ എല്ലാം തന്നെ രാത്രിയിലടക്കം സംസാരിച്ച പല ആളുകളും പല വിധത്തിൽ വി എസിനാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. ഓരോ വിധത്തിലും ഓരോ മനുഷ്യരെയും സ്വാധീനിച്ച് കടന്നുപോയ ആളായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദന് ആ വി എസിന് വേണ്ടിയിട്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒഴുകിയെത്തിയ ആളുകളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലാകെ കാണുന്നത്. ചവറ പിന്നിട്ടപ്പോൾ തന്നെ വലിയ താമസമെടുത്തു ആ വിലാപയാത്രയ്ക്ക് മുൻപോട്ട് കടന്നു നീങ്ങാനായി. ചവറയിലെല്ലാം തന്നെ വലിയ ജനത്തിരക്കായിരുന്നു ഇത്തരത്തിൽ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഒഴുകിയെത്തിയത്. സമാനമായ സാഹചര്യം തന്നെയാണ് കരുനാഗപ്പള്ളിയിലുമുള്ളത്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് വിലാപയാത്ര കടക്കുന്നതേയുള്ളൂ. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ ജനത്തിരക്ക് ദേശീയപാതയുടെ ഇരുവശങ്ങളിലേക്കും ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയ ആ ആയിരങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത്. അത്രയും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആ വി എസിനാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ, വി എസിൻ്റെ രാഷ്ട്രീയത്താൽ സ്വാധീനിക്കപ്പെട്ട, വി എസിൻ്റെ പ്രസംഗത്താൽ, വി എസിൻ്റെ സമരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ആ മനുഷ്യരെല്ലാവരും തന്നെ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ആ മനുഷ്യർക്ക് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, ആ മനുഷ്യർക്ക് ഏറ്റവും അവസാനമായി ഈ വി എസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. അത്രത്തോളം വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കരുനാഗപ്പള്ളിയിലുമുള്ളത്. ജില്ലയിലെമ്പാടും അങ്ങനെയായിരുന്നു, കേരളത്തിലെമ്പാടും അങ്ങനെ തന്നെയുള്ള ഒരു സാഹചര്യമാണ്. ഏറ്റവും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മടക്കയാത്ര, ജീവിതാവസാനം വരെയും മനുഷ്യന് വേണ്ടി പോരാടിയ, മനുഷ്യൻ്റെ മോചനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത, കർഷകർക്ക് വേണ്ടിയും മതസ്ഥിത വർഗത്തിന് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും സമരം ചെയ്ത ഒരു മനുഷ്യൻ്റെ അന്ത്യയാത്ര ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാകാനാണ് എന്നാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലം ജില്ലയുടെ പ്രത്യേകതകൾ കൂടിയാണ്. കൊല്ലം ജില്ല നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജില്ലയാണ്. തൊഴിലാളി സമരങ്ങൾ നിരവധി കണ്ട, കർഷക സമരങ്ങൾ നിരവധി കണ്ട ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. കശുവണ്ടി തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും എല്ലാം സമരം കണ്ട ജില്ല, ശൂർനാട് വിപ്ലവം കണ്ട ജില്ല, ആറ്റിങ്ങൽ വിപ്ലവം കണ്ട ജില്ല. ഇത്രത്തോളം സമരങ്ങളും തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളും കണ്ടൊരു ജില്ലയിലെ ജനങ്ങൾ മറ്റെങ്ങനെയാണ് ഒരു സമര നേതാവിന്, സമര നായകന് മറുപടി പറയുക? അത്രത്തോളം വൈകാരികമായി തന്നെയാണ് കൊല്ലം ജില്ലയിലെ ജനങ്ങൾ സഖാവ് വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, വി എസ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാതെ ഇരിക്കാൻ സാധിക്കില്ല. അത്രത്തോളം വൈകാരികമായിരുന്നു കൊല്ലം ജില്ലയിലേക്ക് കടന്നത് മുതൽ വി എസ് അച്യുതാനന്ദന് ഓരോ മനുഷ്യനും നൽകിയ അന്ത്യാഭിവാദ്യം, ഓരോ മനുഷ്യനും നൽകിയ ഏറ്റവും അവസാനത്തെ മുദ്രാവാക്യം, കണ്ണേ കേരളേ വി എസ് എ എന്ന് ഏറ്റുവിളിച്ചിരുന്ന വി എസിന്റെ സമരങ്ങൾക്ക് മുന്നിൽ വിളിച്ചിരുന്ന, വി എസിന്റെ പ്രസംഗങ്ങൾക്ക് മുന്നിൽ വിളിച്ചിരുന്ന, വി എസ് പങ്കെടുക്കുന്ന വേദികൾക്ക് മുന്നിൽ വിളിച്ചിരുന്ന ആ കണ്ണേ കേരളേ വി എസ് എ എന്ന മുദ്രാവാക്യം ഏറ്റവും ഒടുവിലായി വി എസിന്റെ മുന്നിൽ അച്ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ ആ മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കാനായിട്ടാണ് ഇവിടെ ഈ ജനസാഗരം എത്തിച്ചേർന്നിട്ടുള്ളത്. കണ്ണേ കേരളേ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവേ എന്ന ആ മുദ്രാവാക്യം വീണ്ടും ഏറ്റുവിളിക്കുകയാണ് ഇവിടെ
എത്തിച്ചേർന്ന ഈ മനുഷ്യർ വി എസിന് മുന്നിൽ ഏറ്റവും ഒടുവിലായി ഈ വീതിയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ വി എസ് നടത്തിയ സമരങ്ങൾ, VSC മണ്ണിൽ നടത്തിയ സമരങ്ങൾ, VS കടന്നുപോയ വഴികൾ എല്ലാം തന്നെയാണ് ഈ മനുഷ്യരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചതും. VS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ് ഈ മനുഷ്യരെ ഇങ്ങനെ നിവർന്നു നിൽക്കാൻ സാധിച്ചതും. എല്ലാം തന്നെ അതവരുടെ ബോധ്യത്തിലുള്ളത് കൊണ്ടാണ്, അതവരുടെ തലച്ചോറിലുള്ളത് കൊണ്ടാണ് ഈ മനുഷ്യരൊന്നാകെ ഈ കൊടും മഴയത്തും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ സാഹചര്യത്തിലും ഈ മണ്ണിലേക്ക്, ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ ഇത്തരത്തിൽ ഒഴുകിയെത്തിയിട്ടുള്ളത്. അത്രത്തോളം വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കരുനാഗപ്പള്ളിയിലുമുള്ളത്. കൊല്ലം ജില്ലയിലേക്ക് കടന്നത് മുതൽ ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യമായിരുന്നു. ആ പൊതുദർശനം, ആ വിലാപയാത്ര, VSന്റെ വിലാപയാത്ര ആരംഭിച്ചത് മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വൈകാരികമായ യാത്രയപ്പായിരുന്നു ഓരോ മനുഷ്യരും VSന് വേണ്ടിയിട്ട് നൽകിയത്. അത്രത്തോളം മനുഷ്യരുടെ ഉള്ളിലേക്ക് സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ്, അത്രത്തോളം മനുഷ്യർക്കുള്ളിലേക്ക് കടന്നു ചെന്ന, മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ജനകീയനായ ഒരു നേതാവ്. ഒരുപക്ഷെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകളിൽ CPIM പ്രവർത്തകർക്ക് പുറമെ സകലമാന രാഷ്ട്രീയത്തിലും പെടുന്ന ആളുകളും ഉണ്ടാകാം, ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാകാം. അത്രത്തോളം രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്തിയ ഒരു നേതാവിൻ്റെ അന്ത്യം, ആ നേതാവിൻ്റെ വിയോഗം അത്രത്തോളം വൈകാരികം തന്നെയാണ്. ഈ ജില്ലയിലെ ഓരോ മുക്കിനും മൂലയിലും ഉള്ള കാഴ്ചകൾ. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് മനുഷ്യർ ഒത്തുകൂടുന്ന എല്ലാ തെരുവുകളിലും, മനുഷ്യർ ഒത്തുകൂടുന്ന എല്ലാ വേദികളിലും VSന് വേണ്ടി അവർ വീണ്ടും ഒത്തുകൂടി. ഈ രാത്രിയും ഈ വലിയ മഴയ്ക്കിടയിലും, ഈ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും, ഇത്തരത്തിൽ കനത്ത മഴയ്ക്കിടയിലും VSന് വേണ്ടിയിട്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, VSന് വേണ്ടിയിട്ട് ആ മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കാൻ ഈ മനുഷ്യർ ഒത്തുകൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ജനങ്ങൾ ഈ ഭാഗത്ത്, ഈ കരുനാഗപ്പള്ളി വിവിധ ഭാഗങ്ങളിലും VSന് വേണ്ടിയിട്ട് ഒഴുകിയെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ കാലാവസ്ഥ നമുക്കറിയാം, പലരും മഴ നനഞ്ഞുകൊണ്ട് ഈ തെരുവീതികളിൽ VS എന്ന രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ടാണ് ഈ എപ്പോഴാണ് ഇവിടെ എത്തിയേ? ഇന്നലെ ഒരു 11 മണിയായി രാത്രി. VSനെ കണ്ടിട്ടേ മടങ്ങുള്ളൂ? അത്രയേ ഉള്ളൂ. എന്താ VSനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ പറയാനുള്ളത്? VSനെ പറ്റി ഞാനെന്താ പറയണ്ടേ? ഒരു വീരനായകൻ, ഒരു പടനായകൻ. എൻ്റെ മനസ്സില് VS ഒരിക്കലും മരിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ VS ഒരിക്കലും മരിക്കില്ല, മരിച്ചിട്ടുമില്ല. അങ്ങനെയാണ് ഏറ്റവും വൈകാരികമായ സാഹചര്യമാണ്, വൈകാരികമായ നിമിഷമാണ് ഈ ജനങ്ങൾക്കാകെയുള്ളത്. അവർ ഏറ്റവും അവസാനം ഒടുവിൽ VSന് വേണ്ടി ആ രണ്ട് മുദ്രാവാക്യങ്ങൾ, കണ്ണേ കേരള VS എന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഏറെ സമയമായി. ഇന്നലെ വൈകിട്ടാണ് പലരും ഇവിടെ എത്തിയത്. ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ 6 മണിയിലേക്ക് കടക്കുന്നു, 5:30 പിന്നിട്ട് 6 മണിയിലേക്ക് കടക്കുന്നു. ഇന്നലെ വന്നവർ ഈ സമയത്തും ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി, VSന് വേണ്ടിയിട്ടുള്ള ആ മുദ്രാവാക്യങ്ങൾ മുഴക്കാനായി വേണ്ടി മാത്രമാണ് അവരിങ്ങനെ ഈ മനുഷ്യനെ കാത്തു നിൽക്കുന്നത്. അത്രത്തോളം സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്നോണം VSന്റെ വിയോഗം ഈ ജനക്കൂട്ടം ഇവിടെ ഇങ്ങനെ ഇത്രത്തോളം തടിച്ചുകൂടുന്നതിൽ, ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ തടിച്ചുകൂടുന്നതാണ് അതിനുള്ള മറുപടി എന്ന് പറയേണ്ടി വരും. ഇത്രത്തോളം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ VSന്റെ വിയോഗ വാർത്ത ഇറങ്ങിയ ശേഷം അതിൽ ദുഃഖം കൊണ്ട ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ ഈ ദേശീയപാതയുടെ തെരുവീഥികളിൽ കാത്തു നിൽക്കുന്നുണ്ട്. VSന്റെ വിയോഗം അറിഞ്ഞെത്തിയ ആളുകൾ, VSന്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന ആളുകൾ, അങ്ങനെ VS ഒരു നഷ്ടമായി തോന്നുന്ന മുഴുവൻ മനുഷ്യരും ഈ തെരുവീഥികളിൽ, കേരളത്തിൻ്റെ തെരുവീഥികളിൽ ഇങ്ങനെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. ചേട്ടാ എപ്പോഴാണ് വന്നേ? അങ്ങനെ VSനെ കണ്ടിട്ട് അങ്ങനെ VSനെ ഓർക്കുമ്പോൾ എങ്ങനെ? ഒരു നല്ല നേതാവില്ലായിരുന്നു. ഞങ്ങളുടെ എല്ലാം ഒരു അച്ഛനാട്ടിലെ അദ്ദേഹത്തിന് കാണാം. അങ്ങനെ VSനെ ഓർക്കുമ്പോൾ എങ്ങനെ? VSനെ ഓർക്കുമ്പോൾ ഒരു തീരാ നഷ്ടമാണ് കേരളത്തിൽ.
കാരണം ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ, പിന്നെ അഴിമതി രഹിതമായ ഒരു 5 വർഷത്തെ ഭരണം. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. എനിക്ക് തന്നെ 2 പ്രാവശ്യം ശമ്പള വർധനവ് കിട്ടിയ ഒരു ഗവൺമെൻറ്റായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും. അങ്ങനെയാണ്, അത്രത്തോളം സ്വാധീനം. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, VS മനുഷ്യരിൽ പലതരത്തിലാണ് VS സ്വാധീനിച്ചിട്ടുള്ളത്. പലരെയും പലതരത്തിൽ സ്വാധീനിച്ചു. VSൻ്റെ പ്രസംഗങ്ങൾ സ്വാധീനിച്ച മനുഷ്യരുണ്ട്, VSൻ്റെ സമരങ്ങൾ സ്വാധീനിച്ച മനുഷ്യരുണ്ട്, VSൻ്റെ ഭരണകാലയളവ് സ്വാധീനിച്ച മനുഷ്യരുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യർ VSനാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ മനുഷ്യരും, ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, അങ്ങനെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരും ഇവിടെ VSനെ കാണാനായി, VSൻ്റെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, ഏറ്റവും ഒടുവിലായി VSന് ആ മുദ്രാവാക്യം മുഴക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ്. കൊല്ലം ജില്ലയിലേക്ക് കടന്നത് മുതൽ ഈ വിലാപയാത്ര ആരംഭിച്ച ആ ഘട്ടം മുതൽ തന്നെ ഇത് തന്നെയാണ് കാഴ്ച. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഇങ്ങനെ വന്ന് ആ മനുഷ്യന് VS അച്യുതാനന്ദൻ ഇങ്ങനെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച ഏറ്റവും വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കരുനാഗപ്പള്ളിയിലും ഉള്ളത്. നിരവധി ആളുകൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ എത്തിയ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത്. കൊടും മഴയെ അവഗണിച്ചും നിരവധി പേരാണ് പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പലരും ശ്രീരാജിനോട് പറയുന്നുണ്ടായിരുന്നു, രാത്രി 11 മണിക്കൊക്കെ എത്തിയതാണ്, ഇപ്പോൾ സമയം 6 മണിയിലേക്ക് എത്തുകയാണ്. വിലാപയാത്ര തുടങ്ങിയിട്ട് 15-15.5 മണിക്കൂർ പിന്നിടുകയാണ്. സാധാരണ നിലയിൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്താൻ കൂടിപ്പോയാൽ 4 മണിക്കൂർ. ആ 4 മണിക്കൂർ എടുക്കുന്ന ദൂരമാണ് 15 മണിക്കൂർ പിന്നിട്ടിട്ടും കൊല്ലം കടക്കാൻ കഴിയാതെ VSൻ്റെ വിലാപയാത്ര കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്നത്.